ഹലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത്രയൊക്കെ റെഡിയായിട്ട് എങ്ങോട്ടാണ് പോകുന്നത്. എങ്ങോട്ടും പോകുന്നില്ല, ജസ്റ്റ് ബീച്ച് വരെ പോകാനായിരുന്നു ഇത്രയും ആർഭാടത്തിലുള്ളൊരു ഡ്രസ്സിങ്ങൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം ഇന്ന് ജോലിയുണ്ട് 8:30. അപ്പം ഞങ്ങൾ വിചാരിച്ച് ചുമ്മാ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന്. അങ്ങനെ എൻ്റെ ഫ്രണ്ടുമായിട്ടാണ് ഞാനിപ്പം പുറത്തോട്ട് പോകുന്നത്. ഏത് കണ്ണാടി കടയോ? കണ്ണട കടയോ? എവിടെ? അങ്ങനെ പിന്നെ വീട്ടിലോട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബേക്കറിയിൽ പോയിട്ട് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ സീസു ഇതാ അവിടെ ഒരു കാറിൻ്റെ ഒരു പടമുള്ളൊരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് അവന് പിന്നെ അത് എടുത്തു. അങ്ങനെ പിന്നെ അവന് വേറൊരു ചോക്ലേറ്റ് വേണമെന്നിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ അത് കഴിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച സ്നാക്സൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ അടുത്തോട്ട് വിട്ടു. ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു നല്ല തണുപ്പും പിന്നെ ഒരു നല്ല കാറ്റും തണുപ്പൊക്കെ ആയിട്ട് ഭയങ്കര പൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബീച്ചിൽ പോയിട്ട് കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിലോട്ട് വിട്ടു. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ജസ്റ്റ് സുಮ್ಮನೆ ಒಂದು സ്ലോ മോഷൻ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ബജ്ജി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് ഈ സീസു മുഖത്ത് മൊത്തം ചോക്ലേറ്റൊക്കെ കഴിച്ച് ഇതാക്കിയായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ബജ്ജി വാങ്ങിച്ചിട്ട് കഴിച്ചു. പിന്നെ സീസുവിനും അതിൻ്റെ മുട്ട ബജ്ജിയാണ് വാങ്ങിച്ചത്. അതിൻ്റെ അകത്തുനിന്ന് എഗ്ഗ് എടുത്തിട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് സീസുവിന് മോമോസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ മോമോസ് വാങ്ങിച്ചു കൊടുത്തു. അവന് മോമോസ് ഇഷ്ടമാണ്. ഞാനെന്നാലും എപ്പോഴും കൊടുക്കാറില്ല, മൈദ ആയതുകൊണ്ട് എപ്പോഴെങ്കിലേ കൊടുക്കത്തുള്ളൂ. ഇവൻ ഈ മോമോസ്, ഫ്രൈസ്, പിന്നെ പാനിപ്പൂരിയുടെ പൂരി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വീട്ടിൽ നിന്ന് എന്ത് ഫുഡ് കൊടുത്താലും ഇവന് കഴിക്കത്തേ ഇല്ല. പുറത്തുനിന്നെങ്കിലും ഇപ്പം ഫ്രൈസൊക്കെ കൊടുത്താൽ ഇവൻ കഴിക്കും. വീട്ടിലെ ഫുഡ് മാത്രം അവന് ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല. പറഞ്ഞാൽ ഭയങ്കര പാടാണ് വീട്ടിൽ നിന്ന് ഫുഡ് കൊടുക്കാൻ. ഇപ്പോൾ ഫ്രൈസ് ആണെങ്കിലും വീട്ടിൽ നിന്ന് കൊടുത്താൽ അത് കഴിക്കും അവന്. അപ്പോൾ ഈ ചോറും കറിയൊക്കെയാണ് ഇവന് ഇഷ്ടമില്ലാത്ത ഫുഡ്. ഐസ്ബേൽ എന്തിനാ വരുന്നേ? ആരാ ഐസ്ക്രീം കഴിക്കുന്നേ? ഏത് ഐസ്ക്രീമാ കഴിക്കുന്നേ? ഏത് കളർ ഐസ്ക്രീമാ കഴിക്കുന്നേ? അങ്ങനെ പിന്നെ ഇവന് ഐസ് ബേയിൽ പോയിട്ട് ഒരു ഐസ് ക്രീം വാങ്ങിച്ചു കൊടുത്തു. അത് ഫുള്ള് അവന് മുഖത്തേക്കും ഡ്രസ്സിലൊക്കെ തേച്ച് കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവന് കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേനും ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. എനിക്ക് പിന്നെ 8:30 ജോലിക്കും കയറേണ്ടതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് വന്നു. എന്നാലും വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് മഴ കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം കയറി നിന്നിട്ട് പിന്നെ മഴ കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒന്ന്